ഈസ്റ്റ് തിമോറിലൂടെയുള്ള സഞ്ചാരത്തിന്റെ അവസാന പാദത്തിലേക്ക് എത്തുകയാണ്. ഞാനിപ്പോൾ ദില്ലി ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ദില്ലിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ രാജ്യത്ത് ആകെയുള്ള ഒരു അന്താരാഷ്ട്ര വിമാനത്താവളവും ഇത് തന്നെ. എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്നു വിട്ട മലയാളി സുഹൃത്ത് ബിജു ഫ്രാൻസിസിനോടും പല കാഴ്ചകളിലേക്ക് പോകുമ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒപ്പമുണ്ടായിരുന്ന പ്രേമിനോടും ഞാൻ നന്ദി പറഞ്ഞു. ഇനി എന്തെങ്കിലും കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ എയർപോർട്ടിനകത്തേക്ക് കയറി. ചെക്ക് ഇൻ ചെയ്യുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അവിടെ ബോർഡുകളൊന്നുമില്ല. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടി. ഈ വേലിക്കപ്പുറത്താണെന്ന് ഒരാൾ പറഞ്ഞു തന്നു. ഒടുവിൽ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് വാങ്ങി. കുറെ നേരം കാത്തുനിന്ന് എമിഗ്രേഷൻ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി. ഇപ്പോൾ സെക്യൂരിറ്റി ഹോൾഡിൽ കാത്തിരിക്കുകയാണ്. ദിവസം 2-3 വിമാനങ്ങളെ ആകപ്പാടെ ഈ രാജ്യത്തേക്ക് തന്നെ വരുന്നുള്ളൂ. എന്നെ കൂടാതെ 10-30 യാത്രക്കാരെ കാത്തിരിക്കുന്നുള്ളൂ ഇവിടെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ ഒരു ക്യൂ ഫോം ചെയ്യുന്നത് കണ്ടു. ഇവിടെ പബ്ലിക് അനൗൺസ്മെന്റ് ഒന്നുമില്ല. ഗേറ്റിൽ നിൽക്കുന്ന ജീവനക്കാരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും വിമാനം വന്നിട്ടുണ്ടാകാമെന്ന് ധരിച്ചോ മറ്റോ ആണ് ആളുകൾ ക്യൂവിൽ പോയി നിന്നത്. ബോർഡിംഗ് പാസ് നോക്കി ഞങ്ങളെ പുറത്തേക്ക് ഇറക്കി വിട്ടു. ഞങ്ങൾ ഒരു വരാന്തയിലൂടെ വിമാനത്തിനടുത്തേക്ക് നടക്കുകയാണ്. ഇത്ര ലളിതമായ സൗകര്യങ്ങളുള്ള ഒരു വിമാനത്താവളത്തിലൂടെ ഈ അടുത്ത കാലത്തൊന്നും ഒരു അന്താരാഷ്ട്ര യാത്ര നടത്തിയിട്ടില്ല. എന്റെ ആദ്യകാല യാത്രയിൽ മാൽദീവ്സിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ ഏകദേശം ഇതുപോലെയായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ട്. പാർക്കിംഗ് ബേയിൽ ഒരറ്റത്ത് സിറ്റി ലിങ്കിന്റെ വിമാനം വന്ന് കിടക്കുന്നുണ്ട്. നല്ല വെയിലുണ്ട്. ആ വെയിലിലൂടെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് സിറ്റി ലിങ്ക് വിമാനത്തിനുള്ളിലേക്ക് നടന്നു. ദില്ലിയുടെ ഈ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്കൊന്നും വന്നിറങ്ങാൻ കഴിയില്ല. ഞാനിപ്പോൾ കയറി ചെല്ലുന്ന ഈ വിമാനത്തേക്കാൾ വലിയ വിമാനങ്ങൾക്ക് ഇവിടെ ലാൻഡ് ചെയ്യാനും പറ്റില്ല. ബൗക്കാവോയിൽ ഇന്നലെ നമ്മൾ കണ്ട റൺവേയ്ക്ക് ഇവിടുത്തേതിനേക്കാൾ നീളമുണ്ട്. അകത്ത് കയറി ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇന്ന് ഈ സീറ്റുകളിൽ മിക്കവാറും എണ്ണം ഒഴിഞ്ഞു കിടക്കാനാണ് സാധ്യത. കാരണം 30-40 യാത്രക്കാരെ ആകപ്പാടെ ഇന്ന് ഈ വിമാനത്തിൽ പറക്കാനുള്ളൂ. അങ്ങനെ നിൽക്കെ പ്രൈവറ്റ് ജെറ്റുകളൊക്കെ ലാൻഡ് ചെയ്യുന്നത് കണ്ടു. അത് ലാൻഡ് ചെയ്തതിനു ശേഷം പാർക്കിങ്ങിന്റെ ഒരു ഭാഗത്തു പോയി വിശ്രമിക്കുന്നത് കാണാം. ഈ പരമദരിദ്ര രാജ്യത്തേക്ക് പ്രൈവറ്റ് ജെറ്റിലൊക്കെ വന്നിറങ്ങുന്നത് ആരാണെന്ന് നമുക്ക് കൗതുകം തോന്നും. ചിലപ്പോൾ ഈ രാഷ്ട്രത്തിന്റെ തന്നെ വിമാനമായിരിക്കാം. സ്വന്തമായി വിമാന കമ്പനിയില്ലാത്ത രാജ്യമല്ലേ. പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ ഒക്കെ അടിയന്തരമായിട്ട് എവിടെയെങ്കിലും പോകാനുള്ള ഒരു വിമാനം. വിമാനം ടേക്ക് ഓഫിനായി നീങ്ങുമ്പോൾ അകലെ ഞാൻ കാത്തിരുന്ന ആ ടെർമിനൽ ബിൽഡിംഗ് കാണാം. ട്രഡീഷണൽ ഉമാലുളക്കിന്റെ മേൽക്കൂര പോലെ പണിതു വച്ചിരിക്കുന്ന ചുവന്ന മേൽക്കൂരയുള്ള ചെറിയ ടെർമിനൽ. കൂടാതെ ചെറിയ വിമാനങ്ങൾ. അതിനൊക്കെ കിടക്കാനുള്ള ഒരു ഹാങ്ങറും അവിടെ പണിതു വച്ചിട്ടുണ്ട്. ഇവർക്ക് വളരെ ചെറിയൊരു എയർഫോഴ്സുമുണ്ട്. ആ എയർഫോഴ്സിന് 1-2 ചെറിയ വിമാനങ്ങളും ഏതാനും ചെറിയ ഹെലികോപ്റ്ററുകളുമൊക്കെയാണ് ആകെപ്പാടെ ഉള്ളത്. അത് തന്നെ ഈ രാജ്യത്തിന് താങ്ങാവുന്നതിനപ്പുറമാണ്. ഒടുവിൽ വിമാനം റൺവേയിലേക്ക് കയറി. കുതിച്ചു പാഞ്ഞു തുടങ്ങി. റൺവേയ്ക്ക് നീളം കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കടലിലേക്കായിരിക്കും ചെന്ന് വീഴുക. വിമാനത്താവളത്തിന്റെ പരിസരങ്ങളെല്ലാം വിജനമായ ഭൂപ്രദേശങ്ങളാണെന്ന് കാണുമ്പോൾ മനസ്സിലാകും. ഒടുവിൽ വിമാനം പറന്നുയർന്ന് കടലിന് മുകളിലേക്കെത്തി. ഇനി കുറെ ദൂരം കടലിന് മുകളിലൂടെ പറന്നു വേണം അടുത്ത ദ്വീപിന്റെ മുകളിലെത്താൻ. കുറേയേറെ ദ്വീപുകൾക്ക് മുകളിലൂടെയും കടലുകൾക്ക് മുകളിലൂടെയും പറന്ന് ബാലിയിലെത്തും. ഇന്ന് ബാലിയിൽ താമസിക്കണം. ബാലിയിൽ നിന്നും നാളെ വൈകിട്ടേ എനിക്ക് മലേഷ്യ വഴി നാട്ടിലേക്ക് വിമാനമുള്ളൂ. ഇന്ന് ഈ വിമാനം ബാലിയിലെത്തുമ്പോഴേക്കും കൊലാലംപൂറിലേക്കുള്ള വിമാനം പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നാളെ വൈകിട്ട് വരെ ബാലിയിൽ താമസിക്കേണ്ടി വരുന്നത്. ബാലിയിലെ കുറെ കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ പറക്കുമ്പോൾ നിരവധി ദ്വീപുകളാണ് താഴെ കാണുന്നത്. വമ്പൻ ക്ലിഫുകളോടുകൂടിയ മനുഷ്യവാസമുള്ളതും ഇല്ലാത്തതുമായ നിരവധി ദ്വീപുകൾ. പുറത്തെ കാഴ്ച കണ്ടിരിക്കെ ഭക്ഷണവുമായിട്ട് എയർ ഹോസ്റ്റസുമാരെത്തി. വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണമൊന്നുമല്ല. ലഘുവായ വിശപ്പ് മാറാനുള്ള ഭക്ഷണം. ഞാൻ പൊതി തുറന്നു നോക്കുമ്പോൾ ക്രീമി ഗാർലിക് ചിക്കനും പൊട്ടറ്റോയും കുറച്ച് ബീൻസുമൊക്കെയാണ്. രുചികരമായ ഭക്ഷണമായിരുന്നു. ഒരു കുപ്പി വെള്ളവും ആ കൂടെ കിട്ടി. അത് കഴിച്ചതോടുകൂടി വിശപ്പൊക്കെ മാറി. ഞാൻ വീണ്ടും പുറത്തെ ദ്വീപുകളുടെ കാഴ്ചയിൽ മുഴുകി അങ്ങനെയിരുന്നു. കടലിന് മുകളിലൂടെ ഇങ്ങനെ പറക്കുമ്പോൾ അതിൽ ചിതറിക്കിടക്കുന്ന ഇത്തരത്തിലെ നിരവധി ദ്വീപുകളെ ആകാശത്തു നിന്ന് കാണുന്നത് എനിക്ക് വലിയ കൗതുകമാണ്. ഇവിടെയൊക്കെ എത്രയോ മനുഷ്യർ ജീവിക്കുന്നുണ്ടാവാം.
അവർക്കൊക്കെ എന്തെല്ലാം വേദനകളും വ്യഥകളും ഉണ്ടാകാം, സന്തോഷങ്ങളുണ്ടാകാം, എന്തെല്ലാം സംഭവിക്കുന്നുണ്ടാകാം. അവരെയൊന്നും ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടാനിടയില്ല. അവരുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന വിമാനത്തിനകത്ത് എന്നെപ്പോലെ ഒരാളുണ്ടെന്ന് അവർ ഒരിക്കലും ചിന്തിക്കാറില്ല. ഒരു ചെറിയ പക്ഷിയെപ്പോലെ ആകാശത്ത് പറക്കുന്ന ഒരു കൊച്ചു വിമാനത്തെ ചിലർ കൗതുകത്തോടെ താഴെ നിന്ന് നോക്കുന്നുണ്ടാകാം. അത്തരം ചിന്തകളിലൊക്കെ മുഴുകി 2 മണിക്കൂർ കടന്നുപോയി. ഇപ്പോൾ ബാലി ദ്വീപിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാലിയിലെ ഡെൻപാസർ എയർപോർട്ടിലേക്ക് താഴാനുള്ള ഒരുക്കത്തിലാണ് വിമാനം. ഭൂമി കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്നു. ബാലിയുടെ ഭൂപ്രകൃതി ഇങ്ങനെയാണ്. ഉൾക്കടലുകൾ കയറിക്കിടക്കുന്ന പ്രദേശങ്ങൾ, ലഗൂണുകൾ, അതിന്റെ തീരത്ത് മണൽത്തിട്ടകൾ, മണ്ണിട്ടുയർത്തിയെടുത്ത പ്രദേശങ്ങൾ, പുതിയ കാല ഹൈവേകൾ, ഇതെല്ലാം കാണാം. ഫെറി ടെർമിനലുകളും തുറമുഖ ഭാഗങ്ങളുമൊക്കെ താഴെ കാണുന്നുണ്ട്. ബാലിയിൽ നിരവധി വ്യവസായശാലകളുണ്ടെന്ന് ഈ കാഴ്ചയിലാണ് നമുക്ക് മനസ്സിലാവുക. അടുക്കിയിട്ടിരിക്കുന്ന നിരവധി ബോട്ടുകൾക്ക് മുകളിലൂടെയാണ് ഇപ്പോൾ ഞാൻ പറന്നുകൊണ്ടിരിക്കുന്നത്. കടലിൽ മണ്ണിട്ട് നികത്തിയെടുത്ത ഒരു ഭൂഭാഗവും പിന്നിട്ട് അതിന് നടുവിലുള്ള ഉദ്യാനവും പിന്നിട്ട് പോകുമ്പോൾ ഒരു കടൽ പാലം കാണാം. ബാലിയുടെ ഗതാഗത പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് കടലിലൂടെ പണിത ഒരു ഹൈവേ ആണത്. ഈ ഹൈവേയിലൂടെ അടുത്ത 1 മണിക്കൂറിനകം ഞാൻ യാത്ര ചെയ്യാനിരിക്കുകയാണ്. വിമാനത്താവളത്തിൽ ചെന്നിറങ്ങി ഒരു ടാക്സി പിടിച്ച് ഞാൻ ഉബൂദ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോകുന്നത് ആ ഹൈവേയിലൂടെയാണ്. വീണ്ടും വിമാനം താഴുമ്പോൾ റൺവേക്ക് മുകളിലേക്ക് എത്തുകയായി. അങ്ങനെ ബാലിയിലെ ഡെൻപാസർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് വിമാനം താഴ്ന്നിറങ്ങി. ഡെൻപാസർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പേരെങ്കിലും ഡെൻപാസർ ഡൗൺടൗണിൽ നിന്ന് ഏതാണ്ട് 13 കിലോമീറ്റർ അകലെയാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്തോനേഷ്യ എന്ന രാജ്യത്തെ തന്നെ ഏറ്റവും തിരക്കുപിടിച്ച 2ാമത്തെ വിമാനത്താവളമാണ് ഡെൻപാസർ എയർപോർട്ട്. ബാലിയിലേക്ക് വരുന്ന എല്ലാ വിമാനങ്ങളും നിറയെ ടൂറിസ്റ്റുകളുമായിട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങളുടെ വിമാനം കാലിയടിച്ചാണ് ചെല്ലുന്നത്. എനിക്ക് തോന്നുന്നത് ബാലിയിലേക്ക് ടൂറിസ്റ്റുകളുമായിട്ട് വരാത്ത ഏക വിമാനം തിമോറിൽ നിന്ന് പറക്കുന്ന സിറ്റി ലിങ്ക് വിമാനമായിരിക്കും. ബാക്കി എല്ലാ വിമാനങ്ങളും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകളുമായിട്ടാണ് വരുന്നത്. വിയറ്റ് ജെറ്റിന്റെ ഒരു വിമാനം അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ വിയറ്റ്നാമിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുമായിട്ട് വരുന്നതാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. വിമാനം നിശ്ചലമായി. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുകയാണ്. വിമാനത്തിലെ സീറ്റുകൾ ഇങ്ങനെ കാലിയായി കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. ഇങ്ങനെ പോയാൽ ഈ റൂട്ടിലേക്കുള്ള വിമാന സർവീസ് ഈ വിമാന കമ്പനി പിൻവലിക്കുമോ എന്നുള്ള പേടി. ഞങ്ങൾ എയ്റോ ബ്രിഡ്ജിലേക്ക് ഇറങ്ങി. ഇനി പതിവ് ചിട്ടകളെല്ലാം വേണം. 4-5 ദിവസം മുൻപ് ഞാൻ ബാലിയിൽ വന്നിറങ്ങിയപ്പോൾ ചെയ്ത ഇമിഗ്രേഷൻ പ്രോസസ്സും വിസ ഓൺ അറൈവലിന്റെ ഫീസ് അടയ്ക്കലും എല്ലാം ഇനിയും ചെയ്യണം. അതിനേക്കാൾ ബുദ്ധിമുട്ട് കസ്റ്റംസിന്റെ ഒരു പ്രോസസ്സ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അവിടെ കുറെ കമ്പ്യൂട്ടറുകൾ നിരത്തിവെച്ചിട്ടുണ്ട്. ആ കമ്പ്യൂട്ടറിൽ പോയി നമ്മുടെ വിവരങ്ങളെല്ലാം കീൻ ചെയ്യണം. ആ ഡേറ്റയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു QR കോഡ് പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ അത് പ്രിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ QR കോഡ് തെളിയുകയാണ് ചെയ്യുക. ആ തെളിയുന്ന QR കോഡിന്റെ ഫോട്ടോ നമ്മൾ മൊബൈൽ ഫോണിൽ എടുക്കണം. ഈ ഫോട്ടോ അല്ലെങ്കിൽ പ്രിന്റായി കിട്ടുന്ന QR കോഡ് കസ്റ്റംസ് ഓഫീസറുടെ അടുത്തു കൊണ്ടുപോയി കൊടുത്തെങ്കിൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. അവിടെ ഡേറ്റ എൻട്രി ചെയ്യാൻ വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ എണ്ണം തീരെ കുറവാണ്. അതുകൊണ്ട് വലിയ ക്യൂവിൽ കാത്തു നിൽക്കേണ്ടി വരും. ബാലിനി ശൈലിയിലുള്ള ശില്പങ്ങളൊക്കെയാണ് യാത്രക്കാരെ സ്വീകരിക്കാനായി നിരത്തിവെച്ചിരിക്കുന്നത്. ഒടുവിൽ ഞാൻ ഇമിഗ്രേഷൻ പ്രദേശത്തേക്ക് എത്തുകയാണ്. വിശാലമായ ഒരു ഹാളിലാണ് ഇമിഗ്രേഷൻ. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ ബാഹുല്യം പ്രമാണിച്ച് അടുത്ത കാലത്ത് വിപുലീകരിച്ചതാണിത്. ആ ഹാളിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ മുൻഭാഗത്ത് കുറേയേറെ ചെറിയ ചെറിയ ക്യൂകൾ കാണാം. അവിടെ പോയി വിസ ഓൺ അറൈവലിനുള്ള ഫീസ് അടയ്ക്കണം. ഇപ്പോൾ ഞാൻ ഫീസൊക്കെ അടച്ച് വിസയും വാങ്ങി ഇമിഗ്രേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞ് കസ്റ്റംസ് പരിശോധനയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാറ്റിയെടുത്ത ഇന്തോനേഷ്യൻ റുപ്പിയുടെ ബാക്കി കുറെ പണം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇവിടെ പണം മാറാൻ നിന്നില്ല. ഒരു ടാക്സി കമ്പനിയുടെ പ്രതിനിധിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ടാക്സി ബുക്ക് ചെയ്ത അതേ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഇന്നും ടാക്സിക്ക് പണം അടച്ചിരിക്കുന്നതെങ്കിലും കൊണ്ടുപോകുന്ന ആളുടെ മനോഭാവത്തിൽ വ്യത്യാസമുണ്ട്. അത്ര ഫ്രണ്ട്ലിയായ ഒരാളല്ല ഇന്ന് എന്നെ കൊണ്ടുപോകുന്നത്. ഇയാൾ എന്നെ കൊണ്ടുപോയി ഒരു ഡ്രൈവർക്ക് പരിചയപ്പെടുത്തും. മോസ്റ്റ് മോഡേണായി നവീകരിച്ചിരിക്കുന്ന പുതിയ കാല വിമാനത്താവളമാണിത്.
ഇദ്ദേഹമാണ് എന്റെ ഡ്രൈവർ. പേര് ഞാൻ ചോദിച്ചു. പുട്ടു എന്നാണ് പേര്. പുട്ടു മൊബൈലിന്റെ ലോകത്താണ്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് ചെന്നു. കഴിഞ്ഞ ദിവസത്തെ അത്ര നല്ല കാറല്ല ഇന്ന്. നമ്മുടെ വാഗണാറിന്റെ ഒരു വലിയ പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം ഇന്നോവയായിരുന്നു. അതുകൊണ്ട് സൗകര്യപ്രദമായിരുന്നു ചിത്രീകരണവും യാത്രയുമൊക്കെ. ഇന്ന് കൂടുതൽ ദൂരം യാത്ര ചെയ്യണം. ഏതാണ്ട് 2 മണിക്കൂർ യാത്ര ചെയ്ത് എത്തേണ്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഉബൂദ് എന്ന ബാലിയിലെ ഏറ്റവും പ്രശസ്തമായ സാംസ്കാരിക നഗരത്തിലേക്ക്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കഴിഞ്ഞ ദിവസം ഞാൻ താമസിച്ച കുട്ട പ്രദേശം നൈറ്റ് ലൈഫിന്റെയും അടിപൊളി ടൂറിസത്തിന്റെയും ഒരു പ്രദേശമായിരുന്നു. എന്നാൽ ഇന്ന് പോകുന്നത് ബാലിയുടെ സാംസ്കാരിക നഗരത്തിലേക്കാണ്. പഴയ ഒരു രാജനഗരത്തിലേക്ക്. ബാലിയുടെ തനതായ സാംസ്കാരിക ജീവിതം കാണണമെങ്കിൽ ഉബൂദിൽ പോകണം. മാത്രമല്ല, വിദേശ ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം എത്തുന്നത് ഉബൂദിലാണ്. ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എങ്ങനെ ഒരുക്കി വെക്കണമെന്ന് ഈ പടിപ്പുരകളും വഴിയോര കാഴ്ചകളും ശില്പങ്ങളുമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാഭാരതത്തിലെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ശില്പങ്ങളും മനോഹരമായി ഡിസൈൻ ചെയ്ത വഴിയോരങ്ങളുമെല്ലാം ചേർന്ന് പ്രൗഢമായൊരു നഗരത്തിലേക്കെത്തിയ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ഉബൂദിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ടൂറിസത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു പ്രദേശമാണെങ്കിലും സാധാരണക്കാരുടെ ജീവിതവും കാണാം. കരകൗശല നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണക്കാർ, കൊത്തുപണിക്കാർ, ചിത്രകാരന്മാർ, അവരുടെ വർക്ക്ഷോപ്പുകൾ, കൂടാതെ സാധാരണക്കാരുടെ കാർഷിക ജീവിതം, നൂറുകണക്കിന് ഗംഭീര ക്ഷേത്രങ്ങൾ, ഇങ്ങനെയെല്ലാം കാണാനാവുന്നൊരു പ്രദേശമാണ് ഉബൂദ്. ഞാനിപ്പോൾ അതിമനോഹരമായി നിർമ്മിച്ച ഒരു ടോൾ ഗേറ്റിനു സമീപത്തേക്ക് എത്തുകയാണ്. ഈ കെട്ടിടം കാണുമ്പോൾ തന്നെ നമുക്ക് ടോൾ കൊടുക്കാൻ തോന്നിപ്പോകുന്ന മട്ടിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 30,000 ഇന്തോനേഷ്യൻ റുപ്പിയ പുട്ടു കാർഡ് വഴി അവിടെ പേ ചെയ്തു. അതോടെ ഞങ്ങൾ ബാലി മന്ദാര ടോൾ റോഡിലേക്ക് കയറി. ഇത് ടോൾ റോഡല്ല, ഒരു കടൽപ്പാലം തന്നെയാണ്. ഇനി ഒരു 8.5 കിലോമീറ്റർ ദൂരം ബനോവ ഉൾക്കടലിന് മുകളിലെ ഈ കടൽപ്പാലത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. 2012 മുതൽ 2013 സെപ്റ്റംബർ വരെയുള്ള കാലം കൊണ്ട് പണി പൂർത്തിയാക്കിയ ഒരു വലിയ കടൽപ്പാലം. ഏകദേശം $22 കോടി ഇതിനുവേണ്ടി ചെലവഴിച്ചത്. ഈ പാലം വന്നതുകൊണ്ട് എയർപോർട്ട് പ്രദേശത്തു നിന്ന് ഉബൂദിലേക്കുള്ള യാത്രാസമയം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പണ്ട് 2-3 മണിക്കൂർ വരെ സമയം ട്രാഫിക് ജാമിൽ കിടന്ന് നരകിച്ചായിരുന്നു ഉബൂദിൽ എത്തിക്കൊണ്ടിരുന്നത്. ഈ പാലം വന്നതോടുകൂടി ഉബൂദിലേക്കുള്ള യാത്രാസമയം പരമാവധി 1.5 മണിക്കൂറായിട്ട് കുറഞ്ഞു. പണ്ട് 2-2.5 മണിക്കൂറൊക്കെ എടുത്തിരുന്നതാണ്. കടൽപ്പാലം ഇറങ്ങിയെത്തുന്നത് സനൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. പുട്ടു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഡ്രൈവറെ പോലെയല്ല. ഉബൂദിലേക്ക് ഈ ഓട്ടം കിട്ടിയത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന മട്ടിലാണ് പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സനൂർ പ്രദേശത്തും 4 വരിയുള്ള പാതകളായതുകൊണ്ട് വലിയ ട്രാഫിക് കൺജഷൻ ഇല്ല. എന്നാൽ കുറച്ചുകൂടി കഴിയുന്നതോടുകൂടി 2 വരി പാതയായിട്ട് മാറും. ഇതാ ഇനി അങ്ങോട്ട് തനി ഗ്രാമപാതകളിലൂടെയാണ് യാത്ര. വഴി ഇടിഞ്ഞതാണെങ്കിലും 2 വശത്തും അതിഗംഭീരമായ കാഴ്ചകളാണ്. ഒരു മ്യൂസിയത്തിനകത്തുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് കാണുമ്പോൾ തോന്നും. നാടൻ വീടുകളും പൈതൃക ക്ഷേത്രങ്ങളും ടൂറിസത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന ബാലിയുടെ ഗ്രാമീണ കാഴ്ചകൾ. ഈ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഭൂരിപക്ഷവും മുസ്ലിങ്ങളായ ഇന്തോനേഷ്യ പോലുള്ള ഒരു രാജ്യത്ത്, അവിടുത്തെ ഒരു ദ്വീപിൽ ഹിന്ദുമതം ഇത്ര ശക്തിയായി നിലനിൽക്കുന്നത് എന്നതാണ്. ഒരുപക്ഷെ ഇന്ത്യയിലുള്ളതിനേക്കാൾ ശക്തമായ ഹൈന്ദവ വിശ്വാസം നിലനിൽക്കുന്ന ദ്വീപാണ് ബാലി. ഇന്തോനേഷ്യ എന്ന രാജ്യത്തിന്റെ ആകെ ജനങ്ങളിൽ 87% മുസ്ലിങ്ങളാണ്. എന്നാൽ ഈ ബാലി ദ്വീപിൽ 87% ഹിന്ദുക്കളാണുള്ളത്. ഒരു കാലത്ത് ഇന്തോനേഷ്യയുടെ പല ദ്വീപുകളിലായി പ്രചരിച്ചിരുന്ന ഹൈന്ദവ വിശ്വാസം പിന്നീട് ബാലി ദ്വീപിലേക്ക് ചുരുങ്ങുകയായിരുന്നു. ഇപ്പോൾ ബാലിയിലും ചുറ്റുമുള്ള ചില ചെറുദ്വീപുകളിലുമാണ് ശക്തമായ ഹൈന്ദവ വിശ്വാസം നിലനിൽക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യൻ വ്യാപാരികളിലൂടെ ഹിന്ദുമതം ഇന്തോനേഷ്യൻ ദ്വീപുകളിലെത്തിയിരുന്നു. ആദ്യകാലത്ത് ജാവ ദ്വീപിലാണ് ഹിന്ദുമതത്തിന്റെ സ്വാധീനം ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്.
ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ 5-ാം നൂറ്റാണ്ടിൽ ജാവ ദ്വീപ് സന്ദർശിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന 2 വലിയ ഹൈന്ദവ വിദ്യാലയങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധവിശ്വാസവും ഇന്തോനേഷ്യയിലെ പല ദ്വീപുകളിലും വ്യാപകമായിരുന്നു. ഹിന്ദു ബുദ്ധ രാജവംശങ്ങളായിരുന്നു അന്ന് ഇന്തോനേഷ്യയിലെ പല നാട്ടുരാജ്യങ്ങളും ഭരിച്ചിരുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഈ യാത്രയിൽ വഴിയോരങ്ങളിൽ കാണുന്നത് മുഴുവൻ. അത് പിന്നിടുന്നതോടെ ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്രയാകുന്നു. നെൽവയലുകൾ, വാഴത്തോട്ടങ്ങൾ, മുളങ്കാടുകൾ, അവയ്ക്കിടയിലൂടെ ഒഴുകുന്ന ചെറുതോടുകൾ, ഇതെല്ലാം പിന്നിട്ടായി യാത്ര. AD 1300-കൾ ആയപ്പോഴേക്കും മുസ്ലിം രാജവംശങ്ങൾ ഇന്തോനേഷ്യൻ ദ്വീപുകൾ ആക്രമിച്ചു തുടങ്ങി. ജാവ, സുമാത്ര, ബോർണിയോ തുടങ്ങിയ പ്രദേശങ്ങൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. ഹിന്ദു ബുദ്ധ രാജവംശങ്ങൾ ഭരിച്ചിരുന്ന ദ്വീപുകളെല്ലാം അവർക്ക് നഷ്ടമായി. മുസ്ലിം സൈന്യങ്ങളോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ പടിഞ്ഞാറൻ ജാവയിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ തെക്കോട്ട് പലായനം ചെയ്തു. അവർ ബാലി ദ്വീപിൽ താമസമുറപ്പിച്ചു. ബാലിനീസ് ഹിന്ദുയിസം ബാലി ദ്വീപിലും ചുറ്റുമുള്ള ചെറുദ്വീപുകളിലും വ്യാപിച്ചതും ശക്തിപ്പെട്ടതും അങ്ങനെയാണ്. ബാലിയിലേക്ക് മുസ്ലിം സുൽത്താനേറ്റുകളുടെ ആധിപത്യം എത്തുന്നതിനു മുൻപ് തന്നെ യൂറോപ്യന്മാർ ഇവിടേക്കെത്തി. ഇന്തോനേഷ്യൻ ദ്വീപ് സമൂഹം പൂർണ്ണമായിട്ടും ഡച്ച് കൊളോണിയൽ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. ഡച്ചുകാർ മതപരമായ സ്പർദ്ധ വളരുന്നത് അവസാനിപ്പിക്കുകയും ഓരോ മതത്തിനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തു. കോളനി ഭരണത്തിൽ നിന്നും ഇന്തോനേഷ്യ സ്വതന്ത്രമായപ്പോഴേക്കും ബാലി ദ്വീപ് ശക്തമായ ഒരു ഹൈന്ദവ ദ്വീപായി മാറിക്കഴിഞ്ഞു. ഇന്ന് ഇന്തോനേഷ്യയിൽ ഹിന്ദുമതം ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നത് ബാലി ദ്വീപിലാണ്. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന തത്വമായ ധർമ്മം തന്നെയാണ് ബാലിനീസ് ഹിന്ദുയിസത്തിന്റെയും അടിസ്ഥാനം. മോക്ഷം, പുനർജന്മം തുടങ്ങിയവയിലെല്ലാം ഈ ഹിന്ദുക്കളും വിശ്വാസമർപ്പിച്ചിരിക്കുന്നു. സ്വർഗം, ഭൂമി, നരകം എന്നിവയെല്ലാം ഇവരുടെ വിശ്വാസങ്ങളിലുമുണ്ട്. ഏറ്റവും ഉയർന്ന സ്ഥാനം സ്വർഗത്തിന് തന്നെ. അവിടെ ദൈവങ്ങൾ വസിക്കുന്നു. അടുത്തത് മനുഷ്യന്റെ വാസസ്ഥാനമായ ഭൂവ അഥവാ ഭൂമിയാണ്. അതിനും താഴെയാണ് ഭൂർ അഥവാ നരകം. അവിടെ വസിക്കുന്നവർ രാക്ഷസന്മാരാണെന്നാണ് വിശ്വാസം. ലാൻഡ് ഓഫ് 1000 ടെമ്പിൾസ് എന്നാണ് യൂറോപ്യർ ബാലിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 1000 ക്ഷേത്രങ്ങളല്ല, 10,000-കണക്കിന് ക്ഷേത്രങ്ങൾ ഈ ദ്വീപിലുണ്ട്. ഓരോ വീടിനോടും ചേർന്നുള്ള ചെറു കോവിലുകൾ കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് 5 ലക്ഷത്തോളം ആരാധനാലയങ്ങൾ ബാലി ദ്വീപിലുണ്ടെന്നാണ് കണക്ക്. ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമാണ് ബാലിയിലെ ഹിന്ദുക്കളുടെ പ്രധാന ദൈവങ്ങൾ. ഇന്ത്യയിൽ ഇല്ലാത്ത ചില ഹിന്ദു ദൈവങ്ങളെ ബാലിനീസ് ഹിന്ദുക്കൾ ആരാധിക്കുന്നുണ്ട്. സംഘയാങ് വാസവിധി എന്ന ദൈവം ബാലിക്കാരുടെ മാത്രം ദേവനാണ്. ബ്രഹ്മാവിന്റെ സങ്കല്പത്തോട് അടുത്തു നിൽക്കുന്ന ഒരു ദേവനാണത്. ക്ഷേത്രങ്ങളുടെയും വീടുകളുടെയും മുന്നിൽ സ്ഥാപിക്കുന്ന പത്മാസന കൂടാരത്തിന്റെ മുകളിലുള്ള ഒഴിഞ്ഞ ഇരിപ്പിടം സംഘയാങ് വാസവിധിക്കുള്ളതാണ്. നെല്ലിന്റെ ദേവതയായ ദേവിശ്രീയും മലദൈവങ്ങളും കടൽ, തടാകം തുടങ്ങിയവയ്ക്കുള്ള ദേവതകളുമെല്ലാം സംഘയാങ് വാസവിധിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഇതുപോലെ എത്രയെത്ര ക്ഷേത്രങ്ങൾ കണ്ടുവെന്നതിന് ഒരു കണക്കുമില്ല. നമ്മൾ 1 മണിക്കൂറോളം ഓടിക്കഴിഞ്ഞു. ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഈ കാണുന്ന തരത്തിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഗംഭീരമായ ബാലിനീസ് വാസ്തുവിദ്യ, അതിൻ്റെയൊക്കെ മതിലുകൾ പോലും പുരാണ കഥാശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പെയിന്റടിച്ച് വൃത്തികേടാക്കാത്ത ഗംഭീരമായ ശില്പങ്ങൾ. നമ്മളിപ്പോൾ ഉബൂദിനോട് അടുത്തു കഴിഞ്ഞു. ഗതാഗതക്കുരുക്കാണ്. ഈ ഗതാഗതക്കുരുക്കിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ എല്ലാ അസഹിഷ്ണുതയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഡ്രൈവർ പുട്ടു ഇരിക്കുന്നത്. താഴെ കാണുന്നത് മങ്കി ഫോറസ്റ്റ് എന്നൊരു ഭാഗമാണ്. അതിനകത്തും ഒരു പുരാതന ക്ഷേത്രം കാണാം. ഇന്ത്യയിലേതുപോലെ തന്നെ ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയുമെല്ലാം ബാലിയിലെ ഹിന്ദുക്കളിലുമുണ്ട്. 9 വംശീയ വിഭാഗങ്ങളാണ് ബാലിനീസ് ഹിന്ദുക്കളിലുള്ളത്. പശുപത, ഭൈരവ, ശിവ, സിദ്ധാന്ത, വൈഷ്ണവ, ബൗദ്ധ, ബ്രഹ്മ, റസി, ഗണപത എന്നിവയാണ് ആ വിഭാഗങ്ങൾ. ഓരോ വിഭാഗവും അവരുടേതായ ദേവതയെയാണ് പ്രധാനമായിട്ട് ആരാധിക്കുന്നത്. അതേസമയം മറ്റു ദൈവങ്ങളെ അവർ ഉപദൈവങ്ങളായിട്ടും കണക്കാക്കുന്നു. ഉബൂദ് എന്ന ചരിത്ര നഗരത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നു. വഴിയോരങ്ങളിൽ കാണുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു നഗരം, ഉബൂദ് എന്ന രാജനഗരം. വഴിയരികിൽ കാണുന്ന മനുഷ്യരാകട്ടെ മുഴുവൻ വിദേശ ടൂറിസ്റ്റുകളും. ഇടയ്ക്ക് ഇത്തരം മ്യൂസിയങ്ങൾ, ക്ഷേത്രങ്ങൾ, പടിക്കെട്ടുകൾ,
ഒരു നഗരം മൊത്തം ഒരു മ്യൂസിയം ആണെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിന് പറ്റിയ ടൂറിസം എന്താണെന്ന് പഠിക്കണമെങ്കിൽ എത്തേണ്ട സ്ഥലമാണ് ഉബൂദ്. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തെ പലചരക്ക് കടകളിലും ഷോപ്പുകളിലുമൊക്കെ ആൾക്കാർ വന്ന് നിൽക്കുന്നത് പോലെ ഇവിടെ കടകളുടെ മുന്നിൽ കാണുന്നത് മുഴുവൻ വിദേശികളാണ്. കടകളിൽ മാത്രമല്ല, നിരവധിയായ ക്ഷേത്രങ്ങളിൽ നിന്നും ഇറങ്ങി വരുന്നവരും നാട്ടുകാരല്ല. ഒരു നഗരം മുഴുവൻ വിദേശികൾ കൈയടക്കിയിരിക്കുന്ന കാഴ്ചയാണ് ഉബൂദിൽ കാണുന്നത്. അവിടെ ചായയോ ജ്യൂസോ കുടിച്ചിരിക്കുന്നതും അവർ തന്നെയാണ്. ഉബൂദിന്റെ നഗരഹൃദയത്തോടടുത്തു ഇവിടെ എവിടെയോ ആണ് എനിക്ക് താമസിക്കാനുള്ള പുരി സരസ്വതി ഹോട്ടൽ. അതിവിടെ അടുത്താണെന്ന് പുട്ടു പറഞ്ഞതുകൊണ്ട് ഞാൻ കാറിൽ നിന്നിറങ്ങി. മെയിൻ റോഡിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് പുരി സരസ്വതി ഹോട്ടലിന്റെ ക്യാമ്പസിലേക്കാണ്. എത്ര ഗംഭീരമായൊരു ആംബിയൻസ് ആണ്! അതിസുന്ദരമായ ഈ ഹോട്ടലിലാണ് ഇന്ന് എന്റെ താമസം.